Today we will discuss about Elliott wave theory. Elliott wave theory is named after Ralph Nelson Elliott, and he was an American accountant and author. Inspired by the dot theory and by observation found throughout nature, Elliott concluded that the movement of the stock market could be predicted and by observing and identifying repetitive pattern of waves. അതായത് എലിയറ്റ് വേവ് ആർ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആരാണിത് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്? റാൽഫ് നെൽസൺ എലിയറ്റ് എന്ന് പറയുന്ന ആളാണ് ഇത് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒരു അമേരിക്കൻ അക്കൗണ്ടൻ്റ് ആണ്, ഒരു ഓഥറാണ്, അല്ലെ ബുക്ക് ടൈറ്റിലൊക്കെ ഉള്ള എഴുതുന്ന ആളാണ്. ആൻഡ് ഡോ തിയറിയിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള എന്താണ് വെച്ചാൽ ഒബ്സർവേഷനിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്തത് കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത് മൂവ്മെൻറ്റ് ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ് കുഡ് ബി പ്രഡിക്റ്റഡ് എന്നാണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ മൂവ്മെൻറ്റ് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രെഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രെഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കും. എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുക? ബൈ ഒബ്സർവിങ് ആൻഡ് ഐഡൻറ്റിഫൈയിങ് റിപ്പറ്റേറ്റീവ് പാറ്റേൺ ഓഫ് വേവ്സ്. എന്താണ് നമ്മൾ എന്ത് ചെയ്യുക? വേവ്സിൻ്റെ പാറ്റേണ്, അത് ഏത് രീതിയിലാണ് എന്ത് ചെയ്യുന്നത് വേവ്സ് വരുന്നത്, അതിൻ്റെ റിപ്പറ്റേറ്റീവ് പാറ്റേൺ എന്ത് ചെയ്തുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടും ഒബ്സർവ് ചെയ്തുകൊണ്ടും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എന്താണ് മൂവ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രിഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കും എന്നാണ് ആര് കൺക്ലൂഡ് ചെയ്യുന്നത്? എലിയറ്റ് വേവ് തിയറിയിലൂടെ എന്ത് ചെയ്യണത് കൺക്ലൂഡ് ചെയ്യുന്നത്. And Elliott was able to analyze markets in a greater depth, identifying the specific characteristics of wave pattern and making detailed market predictions based on the patterns. അല്ലേ, അദ്ദേഹം എന്ത് ചെയ്തു? വളരെ ഡീറ്റെയിൽ ആയിട്ട് ഏബിൾ ടു അനലൈസ് മാർക്കറ്റ് ഇൻ ഗ്രേറ്റർ ഡെപ്ത്. എന്താണ്? മാർക്കറ്റിനെ വളരെ ഡെപ്തിലായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം അനലൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐഡൻറ്റിഫൈ എന്ത് തിരിച്ചറിഞ്ഞു? ദ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് പാറ്റേൺസ്. വേവ് പാറ്റേൺസിൻ്റെ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആൻഡ് മേക്കിംഗ് എ ഡീറ്റെയിൽഡ് മാർക്കറ്റ് പ്രഡിക്ഷൻ ബേസ്ഡ് ഓൺ ദ പാറ്റേൺ. ആ പാറ്റേൺ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? മാർക്കറ്റിന് എന്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്? പ്രഡിക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. And Elliott based his work on the dot theory, which also defines the price movement in terms of waves, but Elliott discovered the fractal nature of market action. എന്താണ് എലിയറ്റ് ബേസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് അദ്ദേഹം ബേസ് ചെയ്തിട്ടുള്ളത് ഡോ തിയറിനെയാണ്. അതും എന്തിന് തന്നെയാണ്? പ്രൈസ് മൂവ്മെൻ്റ് ആണ്, ഇൻ ടേംസ് ഓഫ് വേവ്സിനാണ് എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ എലിയറ്റ് കുറച്ചും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രാക്ചൽ നേച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രാക്ടൽ നേച്ചർ എന്ത് ചെയ്തിട്ട് കേർവ്ഡ് ഷേപ്പ്. ഫ്രാക്ടൽ നേച്ചർ എന്ന് പറഞ്ഞാൽ ആ നേച്ചർ കർവ്ഡ് ഷേപ്പാണ് അല്ലേ. അപ്പോൾ ആ ഷേപ്പിന് ഒരു പ്രത്യേകതയും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ഡിസ്കവർ ചെയ്തിട്ട് അതും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. Elliott wave theory is a method of technical analysis that looks for recurrent long-term price patterns related to the persistent changes in investor sentiment and psychology. അപ്പോൾ എലിയറ്റ് വേവ് തിയറി എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ് ആണ്. അത് എന്ത് ചെയ്യുന്നത്? ദാറ്റ് ലുക്സ് ഫോർ റിക്കറൻറ്റ് ലോങ് ടേം പ്രൈസ് പാറ്റേൺ. തുടർച്ചയായിട്ട് റിക്കറൻ്റ് ആയിട്ട് വരുന്ന ലോങ് ടേം പ്രൈസ് പാറ്റേണിനെ എന്ത് ചെയ്യുന്ന? ലുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ അനാലിസിസ് മെത്തേഡാണ് എന്ത് എലിയറ്റിൻ്റെ വേവ് തിയറി എന്ന് പറയുന്നത്. ടു പെർസിസ്റ്റന്റ് ചേഞ്ചസ് ഇൻ ഇൻവെസ്റ്റേഴ്സ് സെൻറ്റിമെൻറ്റ് ആൻഡ് സൈക്കോളജി. ഇതിനനുസരിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ് സൈക്കോളജിക്ക് അനുസരിച്ചിട്ട്. ഓക്കെ. And the theory identifies waves identified as impulse waves that set up a pattern and corrective waves that oppose the larger trend. അപ്പോൾ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് രണ്ട് രീതിയിലാണ്. ഇമ്പൾസ് വേവ്സ് എന്നും അതേപോലെ തന്നെ എന്താണ് കറക്റ്റീവ് വേവ്സ് എന്നും. ഇമ്പൾസ് വേവ്സ് ദാറ്റ് സെറ്റപ്പ് എ പാറ്റേൺ. ഇമ്പൾസ് വേവ് എന്ത് ചെയ്യുന്നു? ഒരു പാറ്റേൺ ഉണ്ടാക്കുകയും അതിനെ എന്ത് ചെയ്യുന്ന ഓപ്പോസിറ്റ് ലാർജർ ട്രെൻഡിനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു എന്താണ് കറക്റ്റീവ് വേവ്സുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഈച്ച് സെറ്റ് ഓഫ് വേവ്സ് ഈസ് ഇറ്റ് സെൽഫ് നെസ്റ്റഡ് വിത്ത് ദ ലാർജർ സെറ്റ് ഓഫ് വേവ്സ് ദാറ്റ് അഡ്ഹർ ടു ദ സെയിം ഇമ്പൾസ് ഓർ കറക്റ്റീവ് പാറ്റേൺ ഡിസ്ക്രൈബ്ഡ് എ ഫ്രാക്ടൽ അപ്രോച്ച് ടു എന്താണ് ഇൻവെസ്റ്റിംഗ്. അതായത് ഓരോ സെറ്റ് ഓഫ് വേവ്സ് ഇറ്റ് സെൽഫിൽ എന്താണ് ലാർജ് സെറ്റ് ഓഫ് എന്താണ് വേവ്സുമായിട്ട് എന്ത് ചെയ്യുന്നു? നെസ്റ്റ് ചെയ്യുന്നു.
ആൻഡ് എന്താണ് ഫോർ ദ സെയിം ഇമ്പൾസ് ഓർ കറക്റ്റീവ് പാറ്റേൺസ്. അവിടെ എന്ത് ചെയ്യുന്നു, അഡ്ഹർ ടു ദ സെയിം ഇമ്പൾസ് ഓഫ് കറക്റ്റീവ് പാറ്റേൺസ്. അത് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഫ്രാക്ടൽ അപ്രോച്ച് ടു ഇൻവെസ്റ്റിംഗ് എന്ത് ചെയ്യുന്നു, ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഹൗ എലിയറ്റ് വേവ്സ് വർക്ക്, എങ്ങനെയാണ് എലിയറ്റ് വേവ് തിയറി എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. സം ടെക്നിക്കൽ അനാലിസ്റ്റ് try to profit from wave patterns in the stock market using the Elliott wave theory. എലിയറ്റ് വേവ് തിയറി ഉപയോഗിച്ചുകൊണ്ട് ചില ടെക്നിക്കൽ അനലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോഫിറ്റ് ഫ്രം വേവ് പാറ്റേൺസ്, ഈ വേവ് പാറ്റേണിൽ നിന്നും എന്തുണ്ടാക്കുവാൻ വേണ്ടി, പ്രോഫിറ്റ് ഉണ്ടാക്കുവാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എലിയറ്റ് വേവ് തിയറിയെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ഹൈപ്പോത്തിസിസ് സേസ് ദാറ്റ് സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ് ക്യാൻ ബി പ്രഡിക്റ്റഡ് because they move in a repeating up and down patterns called waves that are created by investor psychology. അപ്പോൾ ഇതിൻ്റെ ഹൈപ്പോത്തിസിസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ് ക്യാൻ ബി പ്രഡിക്റ്റഡ്, കാരണം ദേ മൂവ് ഇൻ എ റിപ്പീറ്റിംഗ് അപ്പ് ആൻഡ് ഡൗൺ പാറ്റേൺ. എന്താണ് ഈ സ്റ്റോക്ക് പ്രൈസ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത് റിപ്പീറ്റിംഗ് അപ്പ് ആൻഡ് ഡൗൺ പാറ്റേണിലാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേവ് എന്ന് പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇൻവെസ്റ്റർ സൈക്കോളജിയുടെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വേവ്സ് രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, നീങ്ങുന്നത് എന്നാണ് ഇതിൻ്റെ ഹൈപ്പോത്തിസിസ്. And the theory identifies several different types of waves. എന്താണ് ഈ തിയറി ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ടൈപ്സ് ഓഫ് വേവ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതിലുള്ളതാണ് മോട്ടീവ് വേവ്സ്, ഇമ്പൾസ് വേവ്സ് ആൻഡ് കറക്റ്റീവ് വേവ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്റ്റീവ് ആൻഡ് നോട്ട് ഓൾ ട്രേഡേഴ്സ് ഇൻ്റർപ്രറ്റ് ദ തിയറി ആസ് ദ സെയിം വേ ഓർ അഗ്രി ദാറ്റ് ഇറ്റ് ഈസ് സക്സസ്ഫുൾ ട്രേഡിംഗ് സ്ട്രാറ്റജി. ഇതെന്താണ്, സബ്ജക്റ്റീവാണ്. ഇതെന്താണ്, എല്ലാ ആളുകളും ഒരേ രീതിയിൽ എന്ത് പറയുന്നില്ല, അല്ലെങ്കിൽ ഒരേ രീതിയിലായിരിക്കില്ല ഈ ഒരു തിയറി എന്ത് ചെയ്യുന്നത്, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യുന്നില്ല, സക്സസ്ഫുൾ ട്രേഡിംഗ് സ്ട്രാറ്റജി ആണ് എന്ന് എല്ലാ ആളുകളും പറയുകയില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ്. വേവ് അനാലിസിസ് ഓഫേഴ്സ് ഇൻസൈറ്റ് ഇൻ ടു ട്രെൻഡ് ഡൈനാമിക്സ് ആൻഡ് ഹെൽപ്സ് യു അണ്ടർസ്റ്റാൻഡ് ദ പ്രൈസ് മൂവ്മെൻറ്റ് ഇൻ എ മച്ച് ഡീപ്പർ വേ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേവ് അനാലിസിസ് ഓഫർ ഇൻസൈറ്റ് ഇൻ ടു ദ ട്രെൻഡ് ഡൈനാമിക്സിൽ എന്താണ്, ട്രെൻഡ് ഡൈനാമിക്സിലേക്ക് ഒരു ഉൾക്കാഴ്ച നൽകുവാൻ, അല്ലെ ട്രെൻഡിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാൻ ഒരു ഉൾക്കാഴ്ച നൽകുവാൻ എന്ത് സഹായിക്കുന്നു, വേവ് തിയറി സഹായിക്കുന്നു. ആൻഡ് എന്താണ്, ഹെൽപ്സ് യു ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രൈസ് മൂവ്മെൻറ്റ്, അല്ലേ പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ എന്താണ് മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ പ്രൈസ് ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാനും എന്ത് ചെയ്യുന്നു, വേവ് തിയറി എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. സോ ഇതാണ് 1 2 3 4 5 ആൻഡ് ABC 3 ആണ് വേവ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. നോക്കാം. സോ ഇമ്പൾസ് വേവ്സ് അല്ലെങ്കിൽ മോട്ടീവ് വേവ്സ് എന്ന് പറയുന്നത് നോക്കാം. An impulse wave pattern is a technical trading term that describes a strong move in a financial asset's price coinciding with the main direction of the underlying trend. Okay. ഒരു ഇമ്പൾസ് വേവ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ട്രേഡിംഗ് ടേമാണ്, അല്ലേ. എന്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, എ സ്ട്രോങ് മൂവ് ഇൻ ദ ഫിനാൻഷ്യൽ അസറ്റ്സ് പ്രൈസ്, അസറ്റിൻ്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രോങ് മൂവ്, അതായത് മെയിൻ ഡയറക്ഷനെ കോയിൻസൈഡ് ചെയ്തുകൊണ്ട് അസറ്റിൻ്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ഒരു മെയിൻ മൂവ് ആണ്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് മൂവ് ആണ് എന്ത് ഇമ്പൾസ് വേവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇമ്പൾസ് വേവ് കൺസിസ്റ്റ് ഓഫ് 5 സബ് വേവ്സ്. അത് 5 സബ് വേവ്സ് ആണുള്ളത്. ദാറ്റ് മേക്ക് ദ നെറ്റ് മൂവ്മെൻറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ട്രെൻഡ് ഓഫ് ദ നെക്സ്റ്റ് ലാർജസ്റ്റ് ഡിഗ്രി. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ, ട്രെൻഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്ന 5 സബ് വേവ്സ് ആണ് ഇതിനുള്ളത്, ഇമ്പൾസ് വേവിനുള്ളത്. ആൻഡ് ദിസ് പാറ്റേൺ ഈസ് ദ മോസ്റ്റ് കോമൺ മോട്ടീവ് വേവ് ആൻഡ് ദ ഈസിയസ്റ്റ് ടു സ്പോട്ട് ഇൻ ദ മാർക്കറ്റ്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു മോട്ടീവ് വേവ് ആണ്. അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൽ സ്പോട്ട് ചെയ്യാൻ സാധിക്കും. ലൈക്ക് ഓൾ മോട്ടീവ് വേവ്സ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 സബ് വേവ്സ്. നമ്മൾ പറഞ്ഞു 3 ഓഫ് ദം ആർ ആൾസോ മോട്ടീവ് വേവ്സ് ആൻഡ് 2 ആർ കറക്റ്റീവ് വേവ്സ്. എല്ലാ മോട്ടീവ് വേവ്സിനെ പോലെ 5 സബ് വേവ്സ് ആണുള്ളത്. 3 എണ്ണം മോട്ടീവ് വേവ്സ് തന്നെയാണ്, ആൻഡ് 2 എണ്ണം കറക്റ്റീവ് വേവ്സ് ആണ്. However, it has
3 rules that define its formation. എന്നിരുന്നാലും 3 റൂളുകളാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. ഈ റൂൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഇഫ് വൺ ഓഫ് ദീസ് റൂൾ ഈസ് വയലേറ്റഡ് ദെൻ ദ സ്ട്രക്ചർ ഈസ് നോട്ട് ആൻ ഇമ്പൾസ് വേവ്. എന്താണ്, ആൻഡ് വൺ വുഡ് നീഡ് ടു ബി റീലേബിൾ ദ സസ്പെക്റ്റഡ് ഇമ്പൾസ് വേവ് എന്നാണ്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും റൂള് ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ഇമ്പൾസ് വേവ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. അതിന് റീലേബിൾ ചെയ്യണം. അയാൾ എന്താണ്, അതിന് ഇമ്പൾസ് വേവ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും എന്ത് ചെയ്യണം, ലേബിൾ ചെയ്യണം. അപ്പോൾ റൂൾ എന്ന് പറയുന്നത് വേവ് കനോട്ട് റീട്രേസ് മോർ ദാൻ 100% ഓഫ് വേവ് 1. എന്താണ്, അതായത് ഒന്നാമത്തെ വേവിനേക്കാട്ടിലും കൂടുതൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ 100% കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, റീട്രേസ് ചെയ്യാൻ പാടില്ല. അതേപോലെ വേവ് 3 ക്യാൻ നെവർ ബി ദ ഷോർട്ടസ്റ്റ് ഓഫ് വേവ് 1, 3 and 5. അല്ല എന്താണ്, അടുത്ത വേവ് ഇതിനേക്കാട്ടിലും എന്ത് ചെയ്യാൻ പാടില്ല, ഷോർട്ടസ്റ്റ് ആവാനും എന്തില്ല, പാടില്ല. Then corrective waves. Corrective waves, or sometimes it is called diagonal waves, consist of 3 or a combination of 3 subwaves that make the net movement in the direction opposite to the trend of the next largest degree. അതായത് ട്രെൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നീങ്ങുന്ന വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറക്റ്റീവ് വേവ്സ് എന്ന് പറയുന്നത്. ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ അവിടെ ഇപ്പോൾ എന്താണ്, അതിൻ്റെ കറക്റ്റീവ് വേവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ഇനി ഡൗൺ ട്രെൻഡ് ആണ് എങ്കിൽ അതിൻ്റെ കറക്റ്റീവ് വേവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ് ട്രെൻഡ് ആയിരിക്കും. ലൈക്ക് ഓൾ മോട്ടീവ് വേവ്സ് ഇറ്റ്സ് ഗോൾ ഈസ് ടു മൂവ് ദ മാർക്കറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ട്രെൻഡ്. എന്നാണ് ഈ മോട്ടീവ് വേവിനെ പോലെ തന്നെ ഇതിൻ്റെയും എന്താണ് ഗോൾ എന്ന് പറയുന്നത്, എന്തിൻ്റെ കൂടെ നീങ്ങുക എന്നുള്ളതാണ്, ട്രെൻഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, മാർക്കറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ട്രെൻഡ്. മാർക്കറ്റിന് എന്തിനെ മൂവ് ചെയ്യിക്കുക, ട്രെൻഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് മാർക്കറ്റിന് മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഗോൾ. ആൾസോ ലൈക്ക് ഓൾ മോട്ടീവ് വേവ്സ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 സബ്വേസ്. എന്നാണ് ഇതിലും എന്താണ് 5 സബ്വേവ് ആണുള്ളത്. ആൻഡ് ദ ഡിഫറൻസ് ഈസ് ദ ഡയഗണൽ ലുക്സ് ലൈക്ക് ഐദർ ആൻ എക്സ്പാൻഡിങ് ഓർ കോൺട്രാക്റ്റിംഗ് വെഡ്ജ്. എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇതുപോലെയാണ് എക്സ്പാൻഡിങ്ങോ കോൺട്രാക്റ്റിംഗ് വെഡ്ജ് അല്ല, വെഡ്ജ് പറഞ്ഞതാണ്, അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ലുക്ക് ലൈക്ക് ചെയ്യുന്നത്. ആൻഡ് ആൾസോ ദ സബ്വേസ് ഓഫ് ദ ഡയഗണൽ മേ നോട്ട് ഹാവ് എ കൗണ്ട് ഓഫ് 5 ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് ഡയഗണൽ ഈസ് ബീയിങ് ഒബ്സർവ്ഡ്. എന്നാണ് ചിലപ്പോൾ ഈ എന്താണ് സബ്വേസ് ഓഫ് ദ ഡയഗണൽ മേ നോട്ട് ഹാവ് എ കൗണ്ട് ഓഫ് 5, 5 ഉണ്ടായിക്കൊള്ളുന്നില്ല. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, വാട്ട് ടൈപ്പ് ഓഫ് ഡയഗണൽ ഈസ് ബീയിങ് ഒബ്സർവ്ഡ്, ഏത് തരത്തിലുള്ള ഡയഗണലാണ് എന്ത് ചെയ്യണത്, ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചിലപ്പോൾ 5 ഉണ്ടായിക്കൊള്ളുന്നില്ല. ആസ് വിത്ത് ദ മോട്ടീവ് വേവ് ഈച്ച് സബ്വേവ് ഓഫ് ദ ഡയഗണൽ നെവർ ഫുള്ളി റീട്രേസസ് ദ പ്രീവിയസ് സബ്വേവ്. അതായത് ഈ മോട്ടീവ് വേവ് പോലെ എന്താണ്, ഈച്ച് സബ്വേവ് ഓഫ് ദി ഡയഗണൽ എന്താണ്, ഡയഗണലിൻ്റെ ഓരോ സബ്വേവും എന്ത് ചെയ്യില്ല, നെവർ ഫുള്ളി റീട്രേസ്, ഇതിന് മുമ്പുള്ള എന്താണ് വേവിന് എന്ത് ചെയ്യില്ല, റീട്രേസ് ചെയ്യില്ല, അല്ലെങ്കിൽ അതേപോലെ തന്നെ എന്ത് ചെയ്യില്ല, റീട്രേസ് ചെയ്യില്ല. ആൻഡ് സബ്വേവ് 3 ഓഫ് ദ ഡയഗണൽ മേ നോട്ട് ബി ഇത് എന്താണ് ഷോർട്ടസ്റ്റ് വേവ്, അതെന്തായിക്കോളുന്നില്ല, ഷോർട്ടസ്റ്റ് വേവ് മൂന്നാമത്തെ സബ്വേവ് ഷോർട്ടസ്റ്റ് ആയിക്കോളണമെന്നും ഇല്ല. ഇവിടെ നോക്കുക, 1, 2, 3, 4, 5 അല്ലേ, എന്താണ് ഇതാണ് എന്താ ഇതിൻ്റെ ലീഡ് വേവ് തിയറി. അതേപോലെ എന്താണ് A, B, C. ഓക്കെ, ശ്രദ്ധിക്കുക. വേവ് 1, 2, 3, 4 and 5 ഫ്രം ആൻ ഇമ്പൾസ് ആൻഡ് വേവ് A, B and C ഫോം എ കറക്ഷൻ. ഇതാണ് എന്താ ആദ്യത്തെ 1, 2, 3, 4, 5 ഇമ്പൾസ് വേവ് ആണ്. അത് എന്താണ് എയും ബിയും സിയും എന്താണ് ഫോം കറക്ഷനാണ്. അപ്പോൾ എന്താ 5 വേവ് ഇമ്പൾസ് in turn forms wave 1 at the next largest degree and the 3 wave correction from wave 2 at the next largest degree. എന്താണ് 2 എന്ത് ചെയ്യുന്നു, കറക്റ്റ് ചെയ്യുന്നു, വേവ് 1 അതിനെ കറക്റ്റ് ചെയ്യുന്നു 2 അല്ലേ, മൂന്നാമത്തെ എന്ത് ചെയ്യുന്നു, അപ് ട്രെൻഡിൻ്റെയാണ്, നാലാമത്തെ കറക്റ്റ് ചെയ്യുന്നു, ദെൻ എന്താണ് 5. നമുക്ക് ദ കറക്റ്റീവ് വേവ്സ് നോർമലി ഹാസ് 3 ഡിസ്റ്റിൻറ്റ് പ്രൈസ് മൂവ്മെൻറ്റ്. എന്താണ് 3 മൂവ്മെൻ്റ് ആണുള്ളത്. 2 ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മെയിൻ കറക്ഷൻ A ആൻഡ് C. എന്നാണ് ഇവിടെ എയും സിയും ആണെന്നാണ് മെയിൻ കറക്ഷനായിട്ട് വന്നിട്ടുള്ളത്, എഗെയിൻസ്റ്റ് എന്താണ് ബിക്ക്. പിന്നെ അതേപോലെ വേവ് 2 and 4 എബവ് ദ പിക്ചർ ആർ ആൾസോ എന്താണ് കറക്ഷനാണ്. രണ്ടാമത്തെയും അതേപോലെ എന്താണ് രണ്ടാമത്തെ വേവ് നോക്കുക കറക്ഷനാണ്, നാലാമത്തെ വേവ് എന്താണ് കറക്ഷനാണ്. അതേപോലെ എന്താണ് ഇവിടെ എയും സിയും എന്താണ് കറക്ഷനാണ്, ബി എന്താണ്. ഓക്കെ, ഇത്രയാണ് എന്ത് എലിയറ്റ് വേവ് തിയറി എന്ത് ചെയ്യുന്നത് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ചോദിക്കുക.